അത്തം 10 പൊന്നോണം 2026 ഹാപ്പി ലാൻഡ് പ്രസൻസ് പവേഡ് ബൈ സഹാറ മോട്ടോഴ്സ്, co-powered by Sribhadra Furniture, co-presents Butterflies. This program is brought to you by Courier World. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൂവിളികളുമായി മലയാളികൾക്ക് വീണ്ടും ഒരു ഓണക്കാലം കൂടി. അത്തം പിറന്നതോടെ ഇനി തൊടികളിൽ പൂ പറിച്ചും പൂക്കളം തീർത്തും ഓണക്കോടിയുടുത്തും രുചി അറിഞ്ഞുമുള്ള ഒരു ഓണക്കാലം. അത്തം 10 പൊന്നോണം എന്ന ചൊല്ല് ഇക്കുറി അത്തം 11 ഓണമായി മാറി. അത്തം 10 പൊന്നോണം 2026 എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ വാഴയിലയിൽ വിളമ്പുന്ന ഓരോ വിഭവത്തിനുമുണ്ട് ഒരു രുചിക്കഥ. ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹോട്ടൽ വിരാജ് റിട്രീറ്റിൻ്റെ ഓണസദ്യയും അവിടെ വിളമ്പുന്ന ഓരോ വിഭവത്തിൻ്റെയും രുചിക്കഥകൾ അറിയാനാണ്. ഓണസദ്യ എന്ന സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം തേവലക്കരയുള്ള ഹോട്ടൽ വിരാജ് റിട്രീറ്റിലാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇതിൻ്റെ ജനറൽ മാനേജർ മിസ്റ്റർ ടോബിൻ തോമസ് ആണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം ഇവിടുത്തെ ഓണവിശേഷങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ഏതുവരെ എത്തിയെന്നുള്ളത്. ഹലോ സർ, എങ്ങനെയുണ്ട്? ഇവിടെ എല്ലാവരും നമ്മൾ ഓണപ്പാച്ചിലാണല്ലോ അല്ലേ? നമ്മുടെ വിരാജ് റിട്രീറ്റിന്റെ ഓണം എവിടെ വരെ എത്തി? ആക്ച്വലി നമ്മളിപ്പം അതിൻ്റെ ഒരുക്കത്തിലാണ്. നമ്മൾ ഉത്രാടം മുതൽ ചതയം വരെ നമ്മൾ 4 ദിവസം നമ്മൾ ഓണസദ്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓണാഘോഷ പരിപാടികൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് ഓണാഘോഷ പരിപാടികൾ നമ്മൾ ചെയ്യാറുണ്ട്. നമുക്ക് ഗ്രൂപ്പ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഗസ്റ്റിന് അവർക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസോ ഇൻഡോർ ആക്ടിവിറ്റീസോ അതിന് വേണ്ട കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ നമുക്ക് അതിനുള്ള സ്പേസസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓണം റിലേറ്റഡ് എന്തെങ്കിലും സ്പെഷ്യൽ ഹാമ്പേഴ്സ് അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഗസ്റ്റിന്? കഴിഞ്ഞ വർഷം ചെയ്തിരുന്നത് പോലെ തന്നെ ഈ വർഷവും നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ ഓണം ഗിഫ്റ്റ് ഹാമ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഗ്രൂപ്പ് ബുക്കിംഗ് ചെയ്തവർക്ക് അവർക്ക് ഗ്യാദർ ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് ഓണത്തോടനുബന്ധിച്ചുള്ള ഗെയിംസ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിനുള്ള പ്രൈവറ്റ് ഹാള് നമ്മൾ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഹോട്ടൽ വിരാജ് റിട്രീറ്റിൽ ഗസ്റ്റിന് വരുന്ന കൊടുക്കുന്ന അമ്യൂണിറ്റീസും ഫെസിലിറ്റീസും ഒക്കെ എന്തൊക്കെയാണ്? നമ്മുടെ ഹോട്ടലിൽ നമുക്ക് മൊത്തം 19 റൂംസാണ് നമുക്ക് വരുന്നത്. 19 നമുക്ക് 2 കാറ്റഗറിയാണ് വരുന്നത്, സ്യൂട്ട് റൂംസും ഡീലക്സ് റൂംസും. അതുകൂടാണ്ട് നമുക്ക് ഈവൻറ്റുകൾക്ക് നമുക്ക് ഒരു 200 സീറ്റിംഗ് കപ്പാസിറ്റി ബാങ്ക്വറ്റ് ഹാൾ, പിന്നെ ഒരു 40 പാക്സിൻ്റെ കോൺഫറൻസ് ഹാൾ, ബോർഡ് റൂം, ജിം, നമുക്ക് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ്, ആമ്പിൾ പാർക്കിംഗ്, അതുപോലെ തന്നെ നമുക്ക് പ്രീമിയം ലോഞ്ച്, ബാർസ്, ഇത്രയാണ് നമ്മുടെ ഹോട്ടൽസിൽ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ്. ഇനി ഇവിടുത്തെ അടുത്ത സ്പെഷ്യാലിറ്റിയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്താണ്? ഓണ സദ്യ. അപ്പോൾ നമ്മോടൊപ്പം ഇന്നുള്ളത് ഋഷിയാണ്. ഋഷി ഇവിടുത്തെ ഫുഡ് ആൻഡ് ബിവറേജസിന്റെ മാനേജറാണ്. അപ്പോൾ ഋഷിയോട് നമുക്ക് ചോദിച്ചറിയാം. തേവേലക്കര എന്ന് പറഞ്ഞാൽ തന്നെ സദ്യയുടെ ഒരു നാടാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണസദ്യയിലുള്ള സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? നമ്മുടെ തേവലക്കരയുടെ സദ്യ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തവണ നമ്മുടെ സദ്യ ചെയ്യാൻ ഒരു തേവലക്കരക്കാരനെ തന്നെയാണ് നമ്മൾ കൂടെ കൂട്ടിയിട്ടുള്ളത്. നമ്മുടെ ഷെഫ് തേവലക്കരക്കാരനാണ്. എത്ര വിഭവങ്ങളാണ് പ്രാവശ്യത്തെ ഓണസദ്യയിൽ? നമ്മൾ ഇത്തവണ 27 ഐറ്റംസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ അതിലൊരു 3 കൂട്ടം പായസങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ തൊടുകറികളും എല്ലാ ഐറ്റംസും ചേർത്ത് നമ്മൾ 3 കൂട്ടം പായസവും ചേർത്ത് 27 ഐറ്റംസ് ആണല്ലേ? ഓക്കെ. നമ്മൾ നോർമൽ വടക്കൻ മലബാർ സ്റ്റൈലിനെ പോലെയല്ല, ഇവിടെ ചെറുപയർ പരിപ്പാണ് ഇവിടെ സദ്യയുടെ ഫസ്റ്റ് ആയിട്ട് വിളമ്പുന്നത്. ചെറുപയർ പരിപ്പാണ്. ഇതിൻ്റെ കൂടെ തന്നെ നെയ്യ് കൂടെ
പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോർമൽ നമ്മുടെ സ്റ്റൈൽ പോലെ തന്നെ അവർ ഇതിൻ്റെ കൂടെ നെയ്യും കൂടിയാണ് അവർ ചെയ്യുന്നത്. ഹോട്ടൽ വിരാജ് റിട്രീറ്റിൻ്റെ 27 വിഭവങ്ങളടങ്ങിയ ഓണസദ്യയാണ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആയ ചെറുപയർ പരിപ്പ് നെയ്യ് പപ്പടം കൂട്ടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് തന്നെ പകുതി ഫ്ലാറ്റായി. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി സാമ്പാർ, ബാക്കി ഈ ഇരിക്കുന്ന എല്ലാ വിഭവങ്ങളും കഴിച്ചു. അത് കഴിഞ്ഞ് 3 പായസം വിത്ത് ബോളി, കടലപ്പരിപ്പ് പായസം, സേമിയ പായസം വിത്ത് ബോളിയാണ്, പിന്നെ പ്രഥമൻ. ഈ 3 പായസം കഴിച്ചത് 3ാമത്തെ പായസം ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ ഈ കൊല്ലംകാരുടെ തേവലക്കാരുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ചോറും പുളിശ്ശേരിയും രസവും അതിൽ വെച്ചിട്ടാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ഈ കഴിച്ച സദ്യ എല്ലാം നമുക്ക് ദഹിച്ച് റെഡി ആവണ്ടേ, അപ്പോൾ അതാണ് ആ വൈൻഡപ്പിൻ്റെ പ്രൊസീജിയർ ലാസ്റ്റ്. ഇനി ഇതും കൂടെ കഴിഞ്ഞ് ആ ലാസ്റ്റത്തെ ഒരു റൗണ്ടും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ ഇന്നത്തെ ഓണസദ്യ കുശാലും ഗംഭീരവുമായിട്ട് തീരുകയാണ്. ബട്ടർഫ്ലൈസ് ബൊട്ടിക്കിന്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ബട്ടർഫ്ലൈ ബൊട്ടിക്കിന്റെ ഓണറായ സരിത ഗിബിയോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ UAE നിങ്ങളെ ഫസ്റ്റ് ഷോപ്പ് അല്ലല്ലോ ഇത്? അല്ല, ഇത് നമ്മുടെ 3ാമത്തെ ബ്രാഞ്ചാണ്. 3ാമത്തെ ബ്രാഞ്ചാണ് ഇവിടെ. 3ാമത്തെ ബ്രാഞ്ച് നമ്മൾ ആക്ച്വലി 2014 തൊട്ട് നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് 2022 ഒരു ഷോപ്പ് നമ്മുടെ കോവിഡിന് ശേഷം ആ ഒരു ടൈമിൽ അബുഷകാരയാണ് ആദ്യത്തെ. അവിടെ നിന്ന് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ, അത്രയും ഒരു റെസ്പോൺസ് ഉണ്ടായത്. കസ്റ്റമർ എടുക്കുന്ന റെസ്പോൺസ് വിത്തിൻ 1 ഇയർ ഞങ്ങൾ മൊബൈലാ സ്റ്റാർട്ട് ചെയ്തു. വെരി ഗുഡ്. ഓക്കെ, നമുക്ക് ഓൺലൈൻ ഒരുപാടുണ്ട്. ഓൺലൈൻ കസ്റ്റമേഴ്സാണ് ഏറ്റവും കൂടുതൽ. ഓൾ ഇന്ത്യൻ എത്നിക് വെയർ. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കംപ്ലീറ്റ് ബഡ്ജറ്റ് വേ ആണ്. നമ്മൾ എല്ലാ വീക്കെൻഡിലും സെയിലാണ്. ഒരു ഇപ്പൊ ഇന്ന് തന്നെ 5 dirhams ആണ് നമ്മളുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. വെരി ഗുഡ്. 5, 15, 30 അങ്ങനെ. എത്ര ദിവസം വരെ ഇത് ഓഫർ ഉണ്ട് ഇവിടെ? ഓഫർ ഇന്നും നാളെ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇനി ഓണം കളക്ഷൻസ്, ഓണം ഓഫർ, അങ്ങനെ എല്ലാ സീസൺ വൈസും ഓഫർ ഗംഭീരാണ്. എല്ലാ വീക്കെൻഡും നമുക്ക് ഓഫർ ഉണ്ട്. ബഡ്ജറ്റ് ബൈ ഷോപ്പ് എന്നാണ് നമ്മളെ പേര് തന്നെ. അതാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾ എവിടെയൊക്കെ ഷോപ്പിൽ അതൊന്ന് ലൊക്കേഷൻ ഒന്ന് പറയാം. ലൊക്കേഷൻ എന്നൊന്ന് കിങ് ഫൈസൽ സ്ട്രീറ്റ് ആവശ്യകാര. രണ്ടാമത്തെ നമ്മളുടെ മൊബൈല, ഷാർജ മൊബൈല, നമ്മുടെ മൊബൈല കമ്മ്യൂണിറ്റി അവിടെയാണ്. ഇതിപ്പോ തേർഡ് ബ്രാഞ്ച്. പിന്നെ ഇത് മാത്രല്ല കേട്ടോ, നമുക്ക് അടിപൊളിയായിട്ടുള്ള നമ്മളുടെ ഒരു വെബ്സൈറ്റും കൂടെ ഉണ്ട്. അപ്പോ എവിടെ ഇരുന്നാലും പർച്ചേസ് ചെയ്യാലോ. അപ്പൊ അത് എല്ലാവർക്കും ഈസിയാണ്. ഷോപ്പിൽ വരാൻ പറ്റാത്തവർക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ ഒരു വെബ്സൈറ്റും കൂടി ഉണ്ട്. മുന്നിൽ നിൽക്കുന്നത് സരിത ഗിബി ആണെങ്കിൽ ബാക്കിൽ ഒരു ഫുൾ സപ്പോർട്ട് ഉണ്ട്. ഫുൾ സപ്പോർട്ട് ഉണ്ട്. അതെ, ഇതാണ് ഈ ബ്രാഞ്ച് തന്നെ വരാൻ ഇങ്ങോരുടെ ഫുൾ സപ്പോർട്ടാണ്. ഏറ്റവും വലിയ ആഗ്രഹമാണ്. അല്ല, സത്യത്തിൽ നമ്മൾ മൊബൈൽ ഷോപ്പ് തുടങ്ങി പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഉള്ളോട് ചോദിക്കണം, പറയുന്നതാണ് നമുക്ക് ദുബായ് തുടങ്ങണം. സമ്മതിച്ചില്ല. അവസാനം ഒരു എന്താ പറയുക, ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ചായ കുടിക്കാൻ വന്നപ്പോ, ആരാമത്തിന് ചായ കുടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മുടെ സമ്മതിച്ചത്. ഇതെവിടെയാ കരാമ? ഒന്ന് ലൊക്കേഷൻ പറഞ്ഞോളൂ. എവിടെയാ ലൊക്കേഷൻ വരുന്നത്? ദേപുട്ടിന്റെ ഓപ്പോസിറ്റ് പാർക്ക് റെജിസിന്റെ ബാക്ക് സൈഡിലാണ്. അപ്പൊ കരാമയിലെ ഇവരുടെ 3ാമത്തെ ഷോറൂം ആണ് ഇത്. അപ്പൊ ഫ്യൂച്ചറിൽ ഇനിയും കുറെ ഷോറൂം വരാം. കാരണം എന്താ വെച്ചാൽ കസ്റ്റമർ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ ക്ലോത്ത്. അതുകൊണ്ട് കൂടിയാണ് ബഡ്ജറ്റ് ബൈ ആണ്. അതാണ് നമ്മുടെ രണ്ട് ലൊക്കേഷനിൽ പാർക്കിംഗ് ഭയങ്കര ഈസിയാണ്. ഇവിടെ ദുബായ് കരാമ എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. നമുക്ക് തൊട്ടടുത്ത് വലിയ പാർക്കിംഗ് ഉണ്ട്. ഈ ഏരിയയിൽ അത്ര അങ്ങോട്ട് ഒരു തിരക്കില്ലാത്ത സ്ഥലമാണ്. ആ ഒരു ഏരിയയിലേക്ക് പോയി ഭയങ്കര തിരക്കാണ്. ഈവൻ നമ്മുടെ മൊബൈലിലും അതുപോലെ തന്നെയാണ്. മൊബൈലിൽ ഭയങ്കര സൗകര്യമാണ്. നമ്മുടെ വലിയ ഷോപ്പും കൂടിയാണ്. കാരണം ഓൺലൈനൊക്കെ മെയിൻലി അവിടെ നിന്നാണ്. മൊബൈലിൽ വന്ന് ഞാനൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്. ഓണത്തിനുള്ളത് നല്ല സ്റ്റിച്ചിങ്, ഷോപ്പിലും പ്രൈസ് വൈസ് എല്ലാം വളരെ. അത് ഇവിടെ കരാമയിൽ ആർക്കും കിട്ടാത്ത ഒരു പ്രൈസുമാണ് നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്നതും. അതാണ് മെയിൻ ആയിട്ട്. നമ്മുടെ ഷോപ്പിൽ നിന്ന്, നമ്മുടെ അബുഷകാരിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, ഓൺലൈനിൽ മൊബൈലിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, ദുബായ് കരാമയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, ഇനി നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ട്
ഒറ്റ ഡെലിവറി ചാർജിൽ. അപ്പൊ യു എയിൽ ഡെലിവറി ചാർജ് ഭയങ്കരമാണ്, 19-20 dirhams ആണ്. നമ്മുടെ ചാർജ് 19 ആണ്. അപ്പൊ ഈ 19 dirhamsന് നിങ്ങൾ എത്രയൊക്കെ പർച്ചേസ് ചെയ്തു, 10 പാക്കറ്റ് അടക്കമായിട്ട് നമ്മൾ ഒരുമിച്ച് ഏത് 4 സ്ഥലങ്ങളിൽ നിന്നുള്ള ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഒറ്റ 19 dirhamsന് നമ്മൾ കൊറിയർ ഓ വെരി ഗുഡ്. വലിയൊരു ഇത്ര പാക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഡെലിവറി ചാർജേ വരുന്നുള്ളൂ. ആ ഓക്കെ. ഓരോ ലൈവിലും ഓരോരുത്തരും ഇങ്ങനെ എല്ലാ ഭാഗത്തും എല്ലാ ക്ലബ് ചെയ്യുന്ന ഒറ്റ ഡെലിവറി അത്രയും സേവ് ചെയ്യാൻ പറ്റും കസ്റ്റമേഴ്സിന്. അതാണ് നമ്മളെ കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു. കളക്ഷൻസ് അതുകൊണ്ടല്ലേ അത് ബഡ്ജറ്റ് ഓണത്തിന് തിരക്കാണ്. ഫുൾ ഓണം കളക്ഷൻസ് ആണ് ഇറക്കിയിരിക്കുന്നത്. നാട്ടിലൊരു കളക്ഷൻ ഇറങ്ങിയാൽ വിത്തിൻ 3 days എത്തിക്കും. ബട്ടർഫ്ലൈസ് ഉണ്ടാവും. അതാണ് ബട്ടർഫ്ലൈസിന്റെ പ്രത്യേകത. മദ്രാസ് കോട്ടൺ, മദ്രാസ് ചെക്ക് എത്തി നമ്മുടെ അടുത്തുണ്ട്. എല്ലാ ഷോപ്പിലും എല്ലാ ഐറ്റംസ് ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ ഐറ്റം, അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു കുടക്കീഴി. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും ധന്യ സൈനിങ് ഓഫ്. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. ഹായ് ഓൾ, നമസ്കാരം. സഹാറ മോട്ടോർ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സഹാറ മോട്ടോഴ്സിനെ പറ്റി ആധികാരികമായി സംസാരിക്കാൻ സിഒ സുബിൻ സാർ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. സർ, ഈ കമ്പനിയെ പറ്റിയിട്ടൊന്ന് പ്രേക്ഷകർക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു സർ. സഹാറ മോട്ടോഴ്സ് ഗ്രൂപ്പ് 2011 ലാസ്റ്റ് ക്വാർട്ടറിലാണ് ദുബൈയിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്നിപ്പം 2026 ഓഗസ്റ്റിലെത്തി നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ 3 ബ്രാഞ്ചസ് ഉണ്ട്. ഒന്ന് മെയിൻലാൻഡിൽ സഹാറ മോട്ടോഴ്സ്, പിന്നെ ഫ്രീ സോണിൽ സഹാറ മോട്ടോഴ്സ് FCD, പിന്നെ വേറൊരു ഷോറൂം കൂടെ ഉണ്ട്, ഫോറക്സ് മോട്ടോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ 3 ഷോറൂംസാണുള്ളത്. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ വി ഇമ്പോർട്ട് വെഹിക്കിൾസ്, ദെൻ വി റീ എക്സ്പോർട്ട് ഇറ്റ്. അതായത് വണ്ടി ഇമ്പോർട്ട് ചെയ്തിട്ട് ആ പുതിയ വണ്ടികൾ തന്നെ നമ്മൾ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും റീ എക്സ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. അത് മെയിൻലി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന വെഹിക്കിൾസ് എന്ന് പറയുന്നത് ജാപ്പനീസ് ബ്രാൻഡ് ന്യൂ വെഹിക്കിൾസ് ആണ്. പിന്നെ കുറച്ച് അമേരിക്കൻ ബ്രാൻഡ്സ് ഉണ്ട്, ലൈക്ക് കുറച്ച് ബ്രാൻഡ്സ് അതുമുണ്ട്. കൂടുതലായിട്ട് ചെയ്യുന്നത് ജാപ്പനീസ് ബ്രാൻഡ് ന്യൂ വെഹിക്കിൾസ് ആണ്. പിന്നെ നമ്മുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് സൗദിയിലാണ്. അവിടെ നമുക്ക് ഇപ്പം 4 ഷോറൂമുണ്ട്. നമ്മുടെ മെയിൻ ഹെഡ് ഓഫീസ് നജ്ദ് മോട്ടോഴ്സ് എന്ന് പറയും, അത് സൗദിയിലാണ്. അവിടെ നമുക്ക് 4 കാർ ഷോറൂംസ് ഉണ്ട്. കഴിഞ്ഞ 50 വർഷത്തിൽ കൂടുതലായിട്ട് നമ്മൾ ഇത് തന്നെയാണ് നമ്മുടെ മെയിൻ ആക്ടിവിറ്റീസ്. കാർ ബിസിനസ്സാണ്. പുതിയ വണ്ടികളുടെ 50 years, മോർ ദാൻ 50 years. അതായത് ഹെഡ് ഓഫീസ് ഇവിടെ നമ്മൾ 15 വർഷത്തിൽ കൂടുതലായിട്ട് നമ്മൾ ഈ ആക്ടിവിറ്റീസിൽ UAE മാർക്കറ്റ് 15 വർഷം 2011 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം 2026 ആയപ്പോഴത്തേന് 15 years ആയി. വി ആർ വൺ കമ്പനി വിത്ത് ISO സർട്ടിഫിക്കേഷൻ. കഴിഞ്ഞ 4 വർഷമായിട്ട് നമുക്ക് ISO സർട്ടിഫിക്കേഷൻ ഉണ്ട്. 9000 2015 ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. പിന്നെ കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസിൽ നമ്മൾ അതിൻ്റെ അവാർഡ് സ്ഥിരമായിട്ട് നമുക്കതുണ്ട്. പിന്നെ നമുക്കാണെങ്കിൽ മറ്റുള്ള കസ്റ്റമർ റേറ്റിംഗ്, അതായത് ഗൂഗിളിലാണെങ്കിലും പിന്നെ ട്രസ്റ്റ് പൈലറ്റ് എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമുക്ക് പിന്നെ കസ്റ്റമർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഗൂഗിളിലാണെങ്കിൽ നമുക്ക് ഏതാണ്ട് 4.7 അതാണ് റേറ്റിംഗ്, 5 out of 5. മറ്റേ നമ്മുടെ പിന്നെ ട്രസ്റ്റ് പൈലറ്റിൽ അതും 4.5 മേളിലാണ് ഔട്ട് ഓഫ് 5 എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മെയിൻ ഇതെന്ന് പറയുന്ന കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത്, കമ്പനി അത് സക്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് പിന്നെ നമുക്ക് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സാണ്. ഒരു തവണ നമ്മളുമായിട്ട് പിന്നെ ബിസിനസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട്, പിന്നെ ആ കസ്റ്റമേഴ്സ് തന്നെയാണ് നമ്മുടെ ഒരു വിജയത്തിൻ്റെ
പ്രധാന ഘടകം എന്ന് പറയുന്നത് കസ്റ്റമർ റീടെൻഷനാണ്. അതിപ്പോൾ നമ്മുടെ പിന്നെ നമ്മുടെ ടീം ആണെങ്കിൽ അതുപോലെ പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ മൊത്തം സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 40-ലധികം ആൾക്കാരുണ്ട് ഇപ്പം UAE ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാം ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു എഫർട്ടിൻ്റെ ഫലമായിട്ടാണ് സഹാറ മോട്ടോഴ്സ് ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത്. സഹാറ മോട്ടോഴ്സിന്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരിക്കും ധന്യ സൈനിങ് ഓഫ്. അടുത്തറിയാമിൻ്റെ ഇന്നത്തെ സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയിലെ ശ്രീഭദ്ര ഫർണിച്ചറിലാണ്. 6 നിലകളിലായി ഒരു വീടിന് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. സോഫ സെറ്റ് മുതൽ ഹോം ഡെക്കേഴ്സ് വരെയുള്ള എല്ലാ ഫർണിച്ചറും. ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഹായ്, അടുത്തറിയാമിൻ്റെ ഇന്നത്തെ സെഗ്മെന്റിൽ നമ്മോടൊപ്പം ഉള്ളത് ശ്രീഭദ്ര ഫർണിച്ചറിന്റെ ഓണറായ സുനിൽ ശ്രീഭദ്രയാണ്. നമസ്കാരം സർ. നമസ്കാരം. അടുത്തറിയാമിൻ്റെ ഈ സെഗ്മെന്റിലേക്ക് സ്വാഗതം. താങ്ക് യു സർ. നമ്മൾ ഈ ശ്രീഭദ്ര ഫർണിച്ചർ എന്നുള്ള ഈ ഒരു വെഞ്ചർ ഇത് എത്ര വർഷമായി? ഇതിന്റെ ഒരു ജേണിയെ കുറിച്ചൊക്കെ നമുക്കൊന്ന് പറഞ്ഞുതരാമോ? നമ്മൾ ശ്രീഭദ്ര ഫർണിച്ചർ തുടങ്ങിയിട്ട് ഇപ്പം 34ാമത്തെ വർഷത്തിലേക്കാണ്. 1994 ചെറിയ രീതിയിൽ നമ്മുടെ ആയൂർ എന്ന സ്ഥലത്താണ് ഇത് സ്റ്റാർട്ടിങ്. നമ്മളിപ്പോൾ ഇതിപ്പോൾ കൊട്ടാരക്കര ബ്രാഞ്ച് ആണല്ലോ. ഇവിടെ കൂടാതെ നമുക്ക് മറ്റേതെല്ലാം സ്ഥലങ്ങളിൽ ഇതിന്റെ ബ്രാഞ്ചസ് ഉണ്ട്? നമുക്ക് കൊട്ടാരക്കര കൂടാതെ നമുക്ക് പുനലൂർ, പത്തനാപുരം, കുണ്ട്ര, പെരുമ്പഴി എന്ന സ്ഥലമുണ്ട്. പിന്നെ ആയൂർ അഞ്ചൽ. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് ബെഞ്ചാറമൂടിൽ വലിയൊരു ഷോപ്പ്, അതായത് ഒരു 50,000 സ്ക്വയർ ഫീറ്റിൽ തിരുവനന്തപുരത്തുകാർക്ക് വേണ്ടി ഏറ്റവും വലിയൊരു ഷോപ്പാണ്. തിരുവനന്തപുരംകാർക്കുള്ള ഒരു സമ്മാനം, ഓണസമ്മാനമാണ് ശ്രീഭദ്രയുടെ പുതിയൊരു ഷോറൂം അവിടെ തുടങ്ങുന്നത് അല്ലേ? ഓ ശരി. കാരണം നമുക്ക് തിരുവനന്തപുരം ഭാഗത്ത് ഇവിടെ ഒരുപാട് കസ്റ്റമർ ഉണ്ട്. അവര് നിരന്തരം പറയുമായിരുന്നു അവിടെ അങ്ങനെ ഒരു ഷോപ്പുണ്ട്, അവർക്ക് യാത്രയൊക്കെ അവർക്ക് കുറെ സുഖമായിരുന്നു, നമുക്ക് ഡെലിവറിയും എളുപ്പമായിരുന്നു. എങ്ങനെയാണ് സാർ ഇവിടെയുള്ള രീതികളൊക്കെ? നമുക്ക് ഫർണിച്ചേഴ്സ് ഒക്കെ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണോ? എങ്ങനെയാണ് അതിന്റെ ഒരു രീതി? നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ വുഡൻ ഫർണിച്ചറുകളെല്ലാം നമ്മൾ തന്നെ സ്വന്തം പണിശാലയിൽ തന്നെ ചെയ്യുകയാണ്. വീട്ടിൽ തേക്ക്, മറ്റുള്ള തടികൾ, മഹാണി തുടങ്ങിയ തടികൾ വെച്ചാൽ നമ്മൾ തന്നെ സ്വന്തം പണിശാലയുണ്ട്. അവിടെ ഒരു 100ഓളം പണിക്കാറുണ്ട്. അവിടെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ രീതി അനുസരിച്ച് മോഡേൺ ഫർണിച്ചറുകളാണല്ലോ. ഇതിപ്പം അത് കുറേ നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ പർച്ചേസിംഗ് ഉണ്ട്. കൂടാതെ നമ്മൾ പുറം രാജ്യങ്ങളിൽ നിന്ന്, ഇന്തോനേഷ്യ, മലേഷ്യ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഡയറക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മറ്റുള്ള ഏജന്റുമാരൊന്നും ഇല്ല, തന്നെ നമ്മൾ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് കസ്റ്റമറിനും കൊടുക്കാം, വിലയിലും പ്രൈസിലും നല്ല ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ നോക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പുറം രാജ്യത്ത് നിന്നൊക്കെ എടുക്കുമ്പോൾ ഇടനിലക്കാരെ വഴിയായിരിക്കുമല്ലോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റിയിൽ ഒരു സംശയം. അതെ, ആദ്യം നമ്മൾ വ്യത്യാസം. അതെ ആദ്യം നമ്മൾ ഇതിനൊക്കെ ഡയറക്റ്റ് അല്ലാതെ നമ്മൾ ചെയ്ത് നോക്കിയായിരുന്നു. അതിന്റെ കുറെ പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മൾ തന്നെ ഡയറക്റ്റ്. അതെ, അപ്പൊ എല്ലായിടത്തും സാറിന്റെ ഒരു കൈയും കണ്ണുമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇപ്പം നമ്മൾ തന്നെ എല്ലാത്തിനും, കാരണം നമുക്കിപ്പോൾ 5 ബ്രാഞ്ചല്ലേ ഉള്ളൂ. 5 ബ്രാഞ്ച് ഉണ്ടായതുകൊണ്ട് എല്ലാവരും ഓടി എത്താൻ കഴിവതും ശ്രമിക്കാറുണ്ട്. അപ്പൊ പുറത്തുനിന്നൊക്കെ സാധനങ്ങൾ എടുക്കാനാണെങ്കിലും സാർ നേരിട്ടാണോ, എങ്ങനെയാണ് പോകുന്നത്? അല്ല, അവിടെ നല്ല കമ്പനികളായിട്ട് നമുക്ക് പരിചയമുള്ള ടീമുകളുണ്ട്. അവരോട് ഡയറക്റ്റ് ബന്ധപ്പെടാറുണ്ട്. പിന്നെ 6 മാസം ഒരിക്കലൊക്കെ പോയി എല്ലാം നോക്കി ചെയ്യാറുണ്ട്. കൂടുതലും ഇപ്പോൾ ആളുകൾ എങ്ങനെയുള്ള, കാരണം ഇപ്പോൾ നമ്മുടെ ഫർണിച്ചറിന്റെയും ഇന്റീരിയേഴ്സിന്റെ ഒക്കെ കാഴ്ചപ്പാടൊക്കെ ഒരുപാട് മാറി വരുന്ന ഒരു കാലമല്ലേ. അപ്പൊ ഇപ്പൊ കൂടുതൽ ആളുകൾ എങ്ങനത്തെ ഫർണിച്ചേഴ്സ് ആണ് ചോദിച്ചു വരാറുള്ളത്? ഇപ്പം മോഡേൺ ഫർണിച്ചർ, ഇപ്പം പുതിയ തലമുറ നല്ല മോഡേൺ ഫർണിച്ചറുകൾ തന്നെയാണ് ചോദിച്ചു വരുന്നത്. അതിനോടൊപ്പം തന്നെ അവരുടെ പേരൻസും കൂടെ വരുമെന്നുണ്ടെങ്കിൽ അവർക്ക് ക്വാളിറ്റിയും കൂടെ ഒരു മെയിൻ ഘടകമാണ്. ഇവർ രണ്ടുപേരും ക്ലബ് ചെയ്താണ് കൂടുതലും എടുക്കുന്നത്. പിന്നെ നമ്മൾ ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസും പരിചയമുള്ളതുകൊണ്ട് കൂടുതലും നമ്മൾ തിരക്കി വരുന്ന കസ്റ്റമറാണ് കൂടുതലും. അപ്പൊ ഇപ്പൊ പലതരം തടികളുണ്ടല്ലോ. നമ്മള് പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒത്തന്റിക് ആയിട്ട് ഈട്ടി, തേക്ക് അങ്ങനെയൊക്കെയാണ് വീട്ടിയുടെ. ഇപ്പൊ പലതരം തടികളുള്ളപ്പോ അത് എങ്ങനെയാണ് ഈ പഴയ തടികളിലുള്ള ഫർണിച്ചറും മൂവിങ് ആണോ? പഴയ തടിയിലുള്ള ഫർണിച്ചർ തിരക്കി വരുന്ന കസ്റ്റമർ ഒരുപാടുണ്ട്. അല്ലാതെ തന്നെ ഇപ്പം നമുക്ക് സീസൺ ചെയ്ത് നല്ല പുതിയ മോഡൽ തടികൾ ഇഷ്ടം പോലെ ഉണ്ട്.
അപ്പം കസ്റ്റമറിന് അഭിരുചി അനുസരിച്ച് ഏത് തടിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാറുണ്ടല്ലേ? അപ്പോൾ ഒരു ഇന്റീരിയറിന് വേണ്ട ഫർണിച്ചേഴ്സ് എല്ലാം അവരുടെ ഒരു താല്പര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ഇവിടുന്ന് മേക്ക് ചെയ്ത് അതെ ഇപ്പം കൂടുതൽ ഒരു 99% കസ്റ്റമൈസ്ഡ് ഫർണിച്ചറുകളാണ് പോകുന്നത്. ഇപ്പം എല്ലാവരുടെയും ലിവിംഗ് റൂം ആയാലും ഡൈനിങ് ഏരിയ ആയാലും എല്ലാം അവരുടെ അളവനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മുടെ ഓണം വരെയല്ലേ, അപ്പം ഓണത്തിന് എന്തൊക്കെയാണ് ഇവിടുത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഓണത്തിന് നമ്മൾ ഈ പ്രാവശ്യം ഡയറക്റ്റ് പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് ഈ പ്രാവശ്യം നമ്മൾ ഓണത്തിന് ഡയറക്റ്റ് 50% ഡിസ്കൗണ്ടാണ് എല്ലാ പർച്ചേസിങ്ങിനും. പിന്നെ അതുകൂടാതെ എല്ലാ ഉറപ്പായ സമ്മാനങ്ങൾ എല്ലാവർക്കും എല്ലാ പർച്ചേസിങ്ങിനും നമ്മൾ സമ്മാനങ്ങൾ വെച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഓണം വളരെ ഗംഭീരമാക്കാൻ വേണ്ടി എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ഒരുപാട് നിരവധി ഓഫറുകൾ വെച്ചിട്ടുണ്ട്. സാധാരണ എങ്ങനെയാണ് ഓരോ വർഷവും ഓണം ഇവിടെ ആഘോഷിക്കുന്നത്? ഓണം നമ്മൾ സ്റ്റാഫുകളും നമ്മളെല്ലാം കൂടെ ചേർന്നിട്ട് ഓണത്തിൻ്റെ ഉത്രാട ദിവസം തിരുവോണത്തിൻ്റെ തലേന്ന് ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിച്ച് സദ്യയൊക്കെ കഴിച്ച്, അതുപോലെ തന്നെ ഇവിടെ മാവേലിയൊക്കെ വരാറുണ്ടോ? മാവേലി ഞങ്ങൾ ഒരുക്കും. മറ്റു വേറെ ഇവിടെ കലാപരിപാടി സ്റ്റാഫുകളെല്ലാം കൂടി ചെയ്യുന്ന എല്ലാ ബ്രാഞ്ചിലും നമുക്ക് കാരണം തിരക്കായതുകൊണ്ട് അതാത് ബ്രാഞ്ചിൽ തന്നെ ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാ ബ്രാഞ്ചും ഇപ്പൊ നമുക്ക് എത്ര സ്റ്റാഫ് ഉണ്ടാവും എല്ലാരും കൂടെ? ഏകദേശം നമുക്ക് ഇവിടെ ഷോപ്പുകളിൽ ഒരു 150ഓളം പേരുണ്ട്. പിന്നെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ ഒരു 100ഓളം പേര്. എല്ലാരും കൂടെ ഒത്തൊരുമിച്ചിട്ടാണ്. കാരണം പിന്നെ അടുത്ത ഓണമല്ലേ ഉള്ളൂ, ഒത്തൊരുമ ഈ ഓണത്തിനാണല്ലോ. സാർ, എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതുപോലെ ഇപ്പോൾ 4-5 ആയി. ഇനിയും ഒരുപാട് കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്കകത്തും പുറത്തും എല്ലാമായിട്ട് ഒരുപാട് ബ്രാഞ്ചസുകൾ തുടങ്ങട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് അതുപോലെ തന്നെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഫർണിച്ചർ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ഒരു വിശ്വാസമുണ്ട് ഇവിടുന്ന്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തറിയാമല്ലോ ഈ സെഗ്മെന്റിൽ നമ്മോടൊപ്പം സമയം ചെലവഴിച്ചതിന് നന്ദി. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. നമസ്കാരം, ഗൾഫ് നിയമാവലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം UAE ഏറ്റവും അവസാനമായി വന്നിട്ടുള്ള ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു നിയമത്തിൻ്റെ ഒരു ചേഞ്ചസിനെ കുറിച്ചിട്ടാണ്. അതായത് നമുക്കെല്ലാവർക്കും ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന തരത്തിലുള്ള ഒരു നിയമത്തിൻ്റെ മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്. ഷെയറിംഗ് അക്കോമഡേഷൻസ് നമുക്കറിയാം. ഇവിടെ UAE വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആദ്യം നമ്മൾ താമസിക്കാൻ ശ്രമിക്കുന്നതും നമുക്ക് അവസരം കിട്ടുന്നതും ഷെയറിങ്ങിൽ താമസിക്കാനാണ്. ഷെയറിംഗ് അക്കോമഡേഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണഗതിയിൽ അതൊരു നിയമപരമായിട്ടുള്ള അക്കോമഡേഷൻ അല്ല. കാരണം നമ്മളൊരു സ്ഥലം വാടകയ്ക്ക് എടുത്താൽ അത് സബ്ലീസ് ചെയ്യാനുള്ള റൈറ്റ് നമുക്കില്ല. അപ്പോൾ നമ്മൾ വാടകയ്ക്ക് എടുത്തെങ്കിൽ നമുക്ക് താമസിക്കാം, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കണ്ടുവന്നിരുന്നത് ഷെയറിങ് ഒരു റൂമോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു വില്ലയോ വാടകയ്ക്ക് എടുത്ത് അത് പലർക്കായിട്ട് വിഭജിച്ച് കൊടുക്കുകയും പല തരത്തിലുള്ള ഷെയറിങ് ആക്കിയിട്ടുള്ള ആൾക്കാരെ താമസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ട് അത് കുറേ കാലങ്ങളായിട്ട് അത് ഉള്ളതാണ്. കാരണം അതിന് കുറേ ഡ്രോബാക്സ് ഉണ്ട്. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആരാണ് താമസിച്ചിരുന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു ഫയർ ഉണ്ടായി, ആരൊക്കെ അവിടെ താമസിച്ചിരുന്നു, ആരാണ് മരണപ്പെട്ടത്, എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ആർക്കാണ് പരിക്ക് പറ്റിയത്, ഒന്നും നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം ബിക്കോസ് ഒരു വാലിഡ് ആയിട്ട് ടെനൻസി കോൺട്രാക്ട് പ്രകാരം ഒരു കോൺട്രാക്ട് പ്രകാരം അല്ല അവരോട് താമസിക്കുന്നത്. അപ്പോൾ അതിന് നിയമാനുസൃതമായിട്ട് അത് നിരോധിച്ചു കൊണ്ടുള്ള നിയമമാണ് ഈ കഴിഞ്ഞ മാസം വന്നിട്ടുള്ളത്. അതിന് ഇപ്പോൾ ഈ ഫെബ്രുവരിയിൽ വന്നിട്ടുള്ളത്. ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് 25 കൂടിയിട്ട് നമുക്കത് ഫൈനലി അത് തീരുമാനത്തിലെത്താൻ പോവുകയാണ്. അതിന് ഒരിക്കലും ആ നിയമത്തിൽ മാറ്റം വരാൻ പോകുന്നില്ല. പക്ഷേ 1 ഇയർ ഗ്രേസ് പീരീഡ് തരുന്നുണ്ട്. ആരും ഇനി ഷെയറിംഗ് അക്കോമഡേഷനിൽ താമസിക്കാൻ പറ്റില്ല. അതല്ല, ഷെയറിംഗ് അക്കോമഡേഷൻ തന്നെ നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി ആളുകൾക്ക് അതുപോലെ തന്നെ താമസിക്കാനുള്ള സൗകര്യത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ഗവൺമെൻറ് അതിനും പ്രത്യേകമായിട്ടൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഷെയറിംഗ് അക്കോമഡേഷൻസ് നടത്താനായിട്ട് പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് ആൾക്കാർക്ക് പെർമിറ്റ് കൊടുക്കുന്നുണ്ട്, 1 ഇയർ പെർമിറ്റ്. അത് ഗവൺമെൻറ്റിൻ്റെ നോംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് ഷെയറിംഗ് നടത്തുന്ന ആൾക്കാർക്ക് അതൊന്ന് വെരിഫൈ ചെയ്ത് ആ താമസിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേക കോൺട്രാക്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ ഒരു നിയമം കൊണ്ടുവരാനായിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഈ വരുന്നൊരു വർഷത്തിനുള്ളിൽ ഷെയറിംഗ് അക്കോമഡേഷൻസ് എല്ലാം നിരോധിക്കുകയും നിയമപരമായിട്ടുള്ള ഷെയറിംഗ് അക്കോമഡേഷൻസ് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് ഗവൺമെൻറ് നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നെയാണ്. അപ്പോൾ വാടക ഈ എക്സോബിറ്റൻ്റ് ആയിട്ട് ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വാടക കൂട്ടുന്നു. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് കൺട്രോളിൽ കൊണ്ടുവരുന്ന രീതിയാണ് വരുന്നത്. അപ്പം ഷെയറിംഗ് അക്കോമഡേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ എത്രയാണുള്ളത്. ഇനി ഒരു വർഷം മാത്രമേ ഷെയറിംഗ് അക്കോമഡേഷൻ ഈ തരത്തിൽ നടത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ
ഗവൺമെൻറ് ലൈസൻസിൻ്റെ കീഴിൽ പെർമിറ്റിൻ്റെ കീഴിൽ 1 ഇയർ വാലിഡ് ലൈസൻസാണ്, റിന്യൂവബിൾ ആണ്, അത് വീണ്ടും 2 വർഷത്തേക്ക് റിന്യൂ ചെയ്യാൻ പറ്റും എന്നാണ് പുതിയ നിയമം പ്രകാരം പറഞ്ഞു വരുന്നത്. ഇനി ആരെങ്കിലും അത്തരം ഷെയറിംഗ് അക്കോമഡേഷൻസിൽ അതിനുശേഷം താമസിക്കുകയാണെങ്കിൽ 500 മുതൽ 50,000 ദിർഹംസ് വരെയും, റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 1 മില്യൺ ദിർഹംസാണ് ഫൈൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. 1 വർഷത്തിനുള്ളിൽ തന്നെ അങ്ങനെ ഷെയറിംഗ് താമസിക്കുന്ന ആൾക്കാർക്ക് മാറാനുള്ളൊരു അവസരമുണ്ട്. പുതിയ ഷെയറിംഗ് നിയമം അക്കോമഡേഷൻ നിയമം വന്നു കഴിഞ്ഞാൽ അതിൽ ചേരാനുള്ള അവസരം വരുന്നുണ്ട്. നന്ദി, നമസ്കാരം. നമസ്കാരം. സത്വ ആയുർവേദ ആയുരാരോഗ്യ സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. അബുദാബിയിലെ ഇലക്ട്ര സ്ട്രീറ്റിലുള്ള സത്വ ആയുർവേദയെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഇന്ന് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ഇന്നത്തെ സെഗ്മെന്റിൽ സത്വ ആയുർവേദയുടെ CEO ആകർഷ്, അദ്ദേഹത്തെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം സർ, വെൽക്കം ടു ദി ഷോ. സത്വ ആയുർവേദയുടെ ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഞങ്ങൾക്ക് ഓൾറെഡി പല പല സെഗ്മെന്റിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് സത്വ ആയുർവേദയെ മറ്റ് ആയുർവേദ ക്ലിനിക്കിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതെന്ന് പറയാം? ഈ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഹൈജീൻ, 2 ഒരു ആംബിയൻസ്, നല്ലൊരു ആംബിയൻസ് ആയിരിക്കണം, കസ്റ്റമേഴ്സ് വന്ന് കയറുമ്പോൾ കിട്ടുന്ന ഒരു ആംബിയൻസ് നന്നായിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കുള്ളത് സീനിയർ ഡോക്ടേഴ്സ്, അത് നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ആയുർവേദത്തോട് കൂടെ നമുക്ക് ഹിജാമയും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ശ്രദ്ധിച്ചിട്ടുള്ളത്. നമ്മളിവിടെ പ്ലേ ഏരിയ ചൂസ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലേ ഏരിയയുടെ കാര്യം നമ്മൾ സ്പെഷ്യലി പറയാനുള്ള കാരണം പല പേരൻസിനും ട്രീറ്റ്മെൻറ്റിന് വരാനുള്ള ബുദ്ധിമുട്ട്, കുട്ടികളെ നോക്കാനുള്ള പ്രശ്നങ്ങൾ കാരണം പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റിന് വന്ന് 1 മണിക്കൂർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡ് മക്കളെ നോക്കി പിന്നെ വൈഫിന് 2ാമത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പ്ലേ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 2 ഡോക്ടേഴ്സും ഈക്വൽ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സാണ്. 2 പേരും ഒരേ കോളേജിൽ നിന്ന് പാസ് ഔട്ടായിട്ടുള്ള, ഒരേ കൊല്ലം പാസ് ഔട്ടായിട്ടുള്ള ഡോക്ടേഴ്സാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ പേഷ്യൻസും ഡോക്ടേഴ്സുമായിട്ടുള്ള ആ ഒരു ബോണ്ട്, അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെല്ലാത്തിനും പുറമെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ട്രീറ്റ്മെൻറ്റ് ടൈമിംഗ് ആണ്. അത് നമ്മൾ 1 hour പ്ലസ് സ്റ്റീമും ഷവറുമായിട്ടാണ്. അത് ഓൾമോസ്റ്റ് 1.5 hours ആണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ടൈമിംഗ് വരുന്നത്. സാർ, ഇപ്പോൾ പറഞ്ഞ പോയിന്റുകളിൽ എനിക്ക് നോക്കുമ്പോൾ സത്വയ്ക്ക് ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഈ കുട്ടികളുടെ കാര്യം, ഒരു പ്ലേ ഏരിയ എന്ന് പറയുന്നത് ആക്ച്വലി അത് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടില്ലാത്തതാണ്. അത് മെയിനായിട്ട് പറഞ്ഞത് വളരെ നന്നായി എന്നുള്ളതാണ്. കാരണം പല പേരൻസും ഇപ്പോൾ വരാനായിട്ട് മടിക്കുന്നത് ഈ ഒരു റീസൺ. അതെ, പല പേരൻസും വന്നു കഴിഞ്ഞാൽ അവരൊരു 1 hour ഡിഫറൻസ് എടുത്തിട്ട് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട അവസ്ഥയിലാണ് പലരും വരുന്നില്ല. ഇപ്പോൾ നമ്മുടെ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവർ വളരെ ഹാപ്പിയാണ്. കാരണം അവർക്ക് ഒരേ ടൈമിൽ വരാം, ടൈം അവർക്ക് ഒരുപാട് സേവ് ചെയ്യാം, ഒരേ ടൈമിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാം, നമ്മുടെ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാനുള്ള കാര്യങ്ങളും കുട്ടികൾക്ക് അവിടെ കളിക്കാനുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ക്ലിനിക്കിൽ. നമുക്ക് ആയുർവേദം അല്ലാതെ ഹിജാമയും കൂടി ഉണ്ട്. നമ്മുടെ 2 ഡോക്ടേഴ്സും DOH അപ്രൂവ്ഡ് ലൈസൻസ്ഡ് ഹിജാമ ഡോക്ടേഴ്സാണ്. അപ്പോൾ അതിന് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് മാത്രമല്ല, നമ്മുടെ കലണ്ടേഴ്സിൽ നമ്മൾ ഹിജാമ സ്പെഷ്യൽ ഡേയ്സും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാ മന്തിലും 3 days ഹിജാമ സ്പെഷ്യൽ ഡേയ്സ് ഉണ്ട്. അപ്പോൾ ആ ഡേയ്സ് നമ്മളതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എൻക്വയറീസ് നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ 8 മാസമാണ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കാണാം, നമ്മൾ വരുമ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പം ഈ ഒരു ആംബിയൻസും എല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കട്ടെ. ഇനിയും ഒത്തിരി ബ്രാഞ്ചസ് ആയിട്ട് സത്വയ്ക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള എല്ലാ ആശംസകളും നേരുന്നു. നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സോ മച്ച്. അത്തം 10 പൊന്നോണം 2026 ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ കൂടുതൽ ഓണവിശേഷങ്ങളുമായി ഞാൻ സുകന്യ ജയറാം എത്തുന്നു. ടേക്ക് കെയർ. എല്ലാവർക്കും ഓണാശംസകൾ. ബൈ. അത്തം 10 പൊന്നോണം 2026 ഹാപ്പി ലാൻഡ് പ്രസൻസ് പവേഡ് ബൈ സഹാറ മോട്ടോഴ്സ്, കോ പവേഡ് ബൈ ശ്രീഭദ്ര ഫർണിച്ചർ, കോ പ്രസൻസ് ബട്ടർഫ്ലൈസ്. ദിസ് പ്രോഗ്രാം ഈസ് ബ്രോട്ട് യു ബൈ കൊറിയർ വേൾഡ്.